മകളെ, നിങ്ങൾക്കും ഒരു സീറ്റ് ഞാനിവിടെ ബുക്ക് ചെയ്ത് വെക്കട്ടെ. എക്സാമിനറിന്റെ +1 റിസൾട്ട് വന്ന സമയത്ത് എക്സാമിനറിന്റെ +1 അഗ്നി ബാച്ചിൽ നിന്ന് ഈ വർഷം 20 കേരള സ്റ്റേറ്റ് ടോപ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഒക്കെ ഫോട്ടോ ആണ് നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നത്. ഇതെന്തിനാണ് നിങ്ങളെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങളും പഠിക്കാൻ പോകുന്ന ബാച്ചാണ് നമ്മുടെ +1 അഗ്നി ബാച്ചും +2 ഉയരെ ബാച്ചും. അപ്പൊ ആ ബാച്ചുകളിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഗംഭീര റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് വേണം. ആ ഒരു ബോധ്യം, ആ ഒരു കോൺഫിഡൻസ് അത് വേറെ ലെവലിലായിരിക്കും, വേറെ ലെവൽ ഒരു പുഷ് ആയിരിക്കും നിങ്ങൾക്ക് +1 +2 എത്തുമ്പോൾ തരാൻ പോകുന്നത്. +1 +2 മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എക്സാമിനറിന് നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന 8ാം ക്ലാസ് ആണെങ്കിലും 9ാം ക്ലാസ് ആണെങ്കിലും 10ാം ക്ലാസ് ആണെങ്കിലും 7ാം ക്ലാസ് ആണെങ്കിലും ഏതിലാണെങ്കിലും ഈ ഒരു എഫക്റ്റീവ്നെസ്സിനോട് കൂടിയാണ്, ഈ ഒരു അടിപൊളി റിസൾട്ടും കൂടി ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഏത് ബാച്ചിലാണെങ്കിലും ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, 520 520 മാത്രമല്ല 519 കിട്ടി ഇത്രയും കുട്ടികളാണുള്ളത്. 518 കിട്ടി ഇത്രയും കുട്ടികളും 517, അതായത് 1, 2, 3 മാർക്കൊക്കെ നഷ്ടപ്പെട്ട പലരുമാണുള്ളത്. ഇതുകൂടാതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് സയൻസിൽ കിട്ടിയ കുട്ടികൾ, അതായത് +1 +2 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സയൻസ് ആണ്, അതിൽ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികൾ 98 കുട്ടികളാണ്. 99% മുകളിൽ കിട്ടിയ 188 കുട്ടികൾ. ഞാൻ ഫുൾ A+ എണ്ണി കഴിഞ്ഞിട്ടില്ല, ഈ വീഡിയോ എടുക്കുമ്പോൾ 1000 ഓൾറെഡി ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലിസ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ബുക്ക് ചെയ്ത് വെക്കാൻ റെഡിയാണ്. പക്ഷെ പഠിക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. പഠിക്കാൻ +1 എത്തിക്കഴിയുമ്പോഴല്ല, ഇപ്പോഴേ ആ ബേസ് ഉണ്ടാക്കിയാലേ നിങ്ങൾക്ക് +1 ഒക്കെ എത്തുമ്പോൾ ഈ ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ ആ ലെവലിലേക്ക് എത്താൻ പറ്റുമെന്നാണ് റിയാലിറ്റി. കാരണം ഇവരെല്ലാവരും നമ്മുടെ എക്സാമിനറിന് അഗ്നി ബാച്ചിന് ഓൺലൈനിൽ ഇരുന്നിട്ട് ആരും ചീത്ത പറയാതെ, ആരും നിർബന്ധിക്കാതെ ഇരുന്ന് പഠിച്ചവരാണ്. നിങ്ങൾക്കും അത് പറ്റും. പക്ഷെ ഇപ്പോഴേ നിങ്ങൾ ആ പണി തുടങ്ങണം. അതിനൊന്നും ആലോചിക്കാനില്ല. നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ എക്സാമിനറിന് ടീച്ചേഴ്സിനെ ഫുള്ളായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. അവരുടെ ക്ലാസ്സുകൾ നിങ്ങൾ ഓണസ്റ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് അറ്റൻഡ് ചെയ്യുക, കാണുക, അവർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായി അത് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ +1 എത്തുമ്പോൾ നമ്മൾ കാണും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫോട്ടോ ഫ്രെയിം ഇവിടെ ബുക്ക് ചെയ്ത് വെക്കും. അത് നിങ്ങൾക്കും കൂടി ആഗ്രഹം ഉണ്ടെങ്കിൽ സാർ ബുക്ക് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ഇട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും